ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു ഡേ ഔട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വേറെ എവിടെയെല്ലാം പോയിക്കണം. നമ്മളെ കൊച്ചിയിൽ ഗുണ കേവ് വന്നിട്ട് നമുക്ക് ഇതുവരെയും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. എപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ ഓരോ പ്രോഗ്രാമും ഓരോ പരിപാടികളൊക്കെ കൊണ്ട് അത് മാറ്റി വെച്ചേക്കണായിരുന്നു. അവസാനം ഞങ്ങളും പോയിട്ടാണ്. അപ്പോൾ എൻട്രി പാസ് എടുത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓടി വാപ്പാടെ മേത്ത് തോളി കയറിയിട്ടുണ്ട് കേട്ടോ. ഇസാക്ക് ആ സൗണ്ടും ഇരുട്ടൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ പേടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെട്ടമൊക്കെ വരുമ്പോൾ ആൾ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ടെങ്കിലും ആ സൗണ്ടും ആ ഒരു ഇരുട്ടൊക്കെ കണ്ടിട്ട് ആൾക്ക് നല്ല രീതിയിൽ പേടിയില്ല. പിന്നെ ഞങ്ങൾ കൂടെ വേറൊരാളും വന്നിട്ടുണ്ടായിരുന്നു. ഇത്താത്തയുടെ മോനും ഞങ്ങളൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു കേട്ടോ പോയത്. അവർക്ക് വല്ല പേടിയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നല്ല അടിപൊളിയായിട്ട് എൻ്റെ കയ്യും പിടിച്ച് എല്ലാം കണ്ടുകൊണ്ട് നടക്കണമായിരുന്നു. ഇസയാണെങ്കിൽ വാപ്പാടെ തോളിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കാണുമ്പോൾ ഇത്തിരി വെട്ടമൊക്കെ കാണുമ്പോൾ ആൾ എണീറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സൗണ്ട് എഫക്ട്സും ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ചില പിള്ളേർക്ക് പേടിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർ ഇതേപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കോഴി, ഇങ്ങനെ കുറേ ആനിമൽസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇസ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇറങ്ങുന്നുണ്ട്, കാണുന്നുണ്ട്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് സൗണ്ടൊക്കെ കൂടുമ്പോൾ ഓടിയൊന്ന് നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലൈറ്റിങ്ങും സൗണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ ഈ സെറ്റ്. ഇതിന് എൻട്രി പാസ് വന്നത് ഒരു 100 റുപ്പീസാണ്. 100 റുപ്പീസിന് അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിള്ളേർക്കാണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. ഒറിജിനലായിട്ടുള്ള ബേർഡ്സ്, തത്തമ്മ, അങ്ങനെ കുറേ ലവ് ബേർഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് അവിടെ. പിന്നെ വലിയ സൗണ്ടും വലിയ ഇരുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇസ ഫുൾ അവിടെ ഓടി നടക്കുകയൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഈ കാക്കയും അനിയത്തിയും കൂടി ഭയങ്കര ഡിസ്കഷനിലൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. തതാടെ മോനാണെങ്കിൽ എല്ലാം പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അവനിക്ക് വല്ല പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഇസയാണെങ്കിൽ ഒന്നിനെ തൊടണോ ഇതാക്കണമൊന്നുമില്ല. അവൾക്ക് നല്ല രീതിയിൽ പേടിയും ഉണ്ടായിരുന്നു, എന്നാലും ഇറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണമായിരുന്നു രണ്ടാളും. പിന്നെ കുറേ ബേർഡ്സ്, തത്തമ്മ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അത് ഇങ്ങനെ ഓടി നടന്നൊക്കെ ഇങ്ങനെ നമുക്ക് കാണണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുറേ ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. രണ്ടാളും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇസ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ വലിയ ഇരുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ സീനൊന്നും ഉണ്ടായില്ല. പിന്നെ ഇസാക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. പ്രാവ്, പൂച്ച, അങ്ങനത്തെയൊക്കെ സാധനം കണ്ടപ്പോൾ ആൾ പിന്നെ നല്ല രീതിയിൽ ഓക്കെ ആയിട്ടുണ്ടായി. വേറൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയ്യും പിടിക്കാണ്ട് ഓടി നടന്നെല്ലാം കാണുമായിരുന്നു കേട്ടോ. ഇത് അവൾ കുറേ നേരം അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ സ്റ്റോളുകൾ, കുറേ ഐറ്റംസൊക്കെ സെയിൽ ചെയ്യണ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുറേ റൈഡൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.